പക്ഷെ അത് നമ്മളൊരു പ്രൊഫഷണൽ അല്ല, നമ്മൾ അതിനു വേണ്ടി പഠിക്കല്ലേ. പഠിക്കുകയാണ്. എന്താ പറയാ, ഈ സ്കൂളിൽ പോലും കാണാതെ പഠിക്കാൻ പറ്റാത്ത ഒരാള് ഈ കഥാപ്രസംഗം പഠിക്കും. അതൊരു ചാലഞ്ച് ആയിരുന്നു തോന്നുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഇതില് ഈ കഥാപാത്രങ്ങൾക്കനുസരിച്ച് നമ്മള് നമ്മുടെ ശബ്ദ വേരിയേഷൻ മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊടുക്കണം. ഒരു ചിലപ്പം ഇത് മോഡുലേഷൻ. ശരിക്കും പറഞ്ഞ ഒരു ഡബ്ബിംഗ് പോലെ തന്നെയാണല്ലോ. ആ അപ്പോൾ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കരയുമ്പോൾ ഒരാളെന്നെ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് മാറുമല്ലോ. മാറുകയാണല്ലോ. ഇപ്പൊ വി സാംബശിവൻ സാറൊക്കെ പറയുന്ന പോലെ ഉം. അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹമായിരുന്നു റോൾ മോഡൽ. എപ്പോഴും വിജയമാമൻ എപ്പോഴും പറഞ്ഞത്, നീ ആ കഥ കേട്ടു നോക്ക്, അദ്ദേഹം പറഞ്ഞ കഥ കേൾക്കുക, അതിൽ ഇന്ന ക്യാരക്ടർ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ പറയാം. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ത്രോട്ടിന് ഭയങ്കര സ്ട്രെയിൻ ആവും. ട്രെയിന് കൊടുക്കും. ശരിക്കും അപ്പോഴാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ എത്ര ബുദ്ധിമുട്ട്. കാരണം കരയുമ്പോൾ കരയണം, ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ ചിരിക്കണം, നമ്മൾ ഒച്ചത്തിൽ കീറി വിളിക്കുന്നത്, അതൊക്കെ നമ്മൾ ത്രോട്ടിന് ഈ പാടുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി.